ഗൈസ് അവളെന്നെ അരളിപ്പൂ തന്ന് കൊല്ലാൻ അതന്നെ ഗൈസ്. അപ്പം ഞങ്ങൾ ഇറങ്ങി നമ്മൾ വായനശാലയിൽ കൊണ്ടുവന്നു. നമുക്ക് നമ്മുടെ വായനശാല നമ്മുടെ എന്തൊരു സ്റ്റാർട്ടിങ് പോയിന്റ് ആയിരുന്നു വായനശാല. നമ്മളങ്ങനെ നടക്കുകയാണ്, ഫോണിൻ്റെ പേയാണ്. അപ്പം നമ്മളെ വായനശാലയെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറേ പറയാനുണ്ട്. വോയിസ് 5:15 നമ്മൾ +2 ആയതുകൊണ്ടും +1 ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഇന്നലെ ആയിരുന്നു. അപ്പം അതിൻ്റെ ബാക്കി അഡ്മിഷൻസ് ഉണ്ടായതുകൊണ്ടും നമുക്കിന്ന് ഫസ്റ്റ്. അതുകൊണ്ട് നമുക്ക് സമയം നമ്മളെപ്പോഴും കാണുന്നതല്ല, എന്തോ വീട്ടിൻ്റെ അടുത്താണ് നമ്മൾ സോ ബിസിയാണ്. നമ്മളങ്ങനെ നടന്ന് ആദ്യം പോലും ആയില്ല, ഇനി കുറേ നടക്കാം. പണ്ടൊക്കെ നമ്മൾ സ്ഥിരം പോകുമായിരുന്നു. അവിടുത്തെ അഭിമാനമായിരുന്നു. സർഗോത്സവം അങ്ങനെയുള്ള പല പല കാര്യങ്ങളുണ്ടായിരുന്നു. കാണാൻ പോകും ഗൈസ്, നമ്മളെ ഇപ്പോഴാണ് കാണാൻ സൗണ്ട് മാത്രമേ ഉള്ളൂ ഗൈസ്. അങ്ങനെ നമ്മൾ പോകും. അങ്ങനെ വായനശാല എത്തി. തുറന്നില്ലെന്നാണ് തോന്നണം. തുറന്നു അകത്ത് ലൈറ്റ് ഉണ്ട് ഗൈസ്. പക്ഷെ നമ്മളെ വായനശാലയാണ് നമ്മളെത്ര ചെരുപ്പിടാതെ വന്നു ഗൈസ്. ഇവിടത്തെ അമ്മൂമ്മയുണ്ട്. അമ്മൂമ്മ എവിടെ പോയിട്ടുണ്ട് ഗൈസ്. അതാണ് ബുക്കൊക്കെ കുറഞ്ഞാണ് ഗൈസ്. നമ്മൾ കുറേ നാളെ വന്നിട്ട്. ഇനി പൂവിൻ അത് ഉഷ്ണതരംഗം അല്ല, അത്രയും ഉഷ്ണ. പൂവേ செம்பூவே உன் வாசம் வரும் வாசல் என் வாசல் உன் பூங்காவனம் வாய் பேசிடும் புல்லாங்குழல் நீதானொரு பூவின் மடல். பூவே செம்பூவே உன் வாசம் வரும்